പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോയിൽ കാണുന്ന കൺഗ്രാജുലേഷൻ പോസ്റ്റർ എങ്ങനെ പിക്സൽ ആപ്പിൽ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അത് എങ്ങനെ പിക്സൽ ആപ്പിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മേലെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈസ് 1080 കൊടുക്കുക. ഹൈറ്റും വിഡ്ത്തും 1080 കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിനായിട്ട് കളറ് ക്ലിക്ക് ചെയ്യുക, ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റൈലാണ്. ഈ മൂന്നാമത്തെ സ്റ്റൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡാർക്ക് കളറിലോടുത്ത് ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ലൈറ്റ് ബ്ലൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടേക്ക് കൺഗ്രാജുലേഷൻസ് എന്നുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. എന്നിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഗ്രാജുലേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കോപ്പി എടുക്കുക. എന്നിട്ട് വീണ്ടും അത് പേസ്റ്റ് ചെയ്യുക. ഇത് രണ്ടും നമ്മൾ കോപ്പി എടുത്തിട്ട് അത് നമ്മൾ വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിത് സൈസ് 100 കൊടുക്കുക. അതിനുശേഷം ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് പോപ്പിൻസ് എന്ന ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ പോപ്പിൻസ് ബ്ലാക്ക് എന്ന സ്റ്റൈല് നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ലൈൻ സ്പേസിങ് നമ്മൾ 50 കൊടുത്തു. നമ്മളിതിൻ്റെ മുകളിലോട്ട് നീക്കി. നമുക്കിതിൻ്റെ കളറ് ഒരു ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കണം. അതിനായിട്ട് ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകൾ ഭാഗം വൈറ്റ് വരുന്നിടത്ത് നമ്മൾ ക്ലിയർ വൈറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി താഴെ ഭാഗത്ത് നമുക്ക് വൈറ്റ് കളർ തന്നെ ഒപ്പാസിറ്റി മുഴുവനായിട്ട് കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രേഡിയൻറ്റ് ആയിട്ട് നമ്മുടെ ഒപ്പാസിറ്റി കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒപ്പാസിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ 30 ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു 25 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് സെറ്റായി. അപ്പോൾ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നമുക്ക് ഇതിലോട്ട് ആളുടെ ഫോട്ടോ ആഡ് ചെയ്യണം. അതിനായിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി എന്ന് സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്നും ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനെ നമ്മൾ 1:1 റേഷ്യോയിൽ റൗണ്ടിൽ നമ്മളിതിനെ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിൻ്റെ സൈസ് 35 കൊടുക്കുക. ഓക്കെ, 35 കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ യെല്ലോയുടെ ലൈറ്റ് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അത് നമ്മൾ വിഡ്ത്ത് 10 ആണ് കൊടുക്കുന്നത്. ഓക്കെ,
നമുക്കിതിലോട്ട് പേര് ആഡ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ യൂണിക്കോഡ് ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കോഡ് FMLൻ്റെ ആവശ്യമില്ല. അനഘ എന്ന ഫോണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫോണ്ട് സെലക്ട് ചെയ്തു. നമ്മളിതിന് നേരത്തെ നമ്മുടെ സ്ട്രോക്ക് കൊടുത്ത അതേ കളർ തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. നമ്മുടെ പ്രൊഫൈൽ ഇമേജിന് കൊടുത്ത സ്ട്രോക്ക് അതേ സ്ട്രോക്കിൻ്റെ കളർ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമ്മളിതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ BA സോഷ്യോളജി, സോഷ്യോളജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡാണ്. നമ്മൾ ബ്രാക്കറ്റിലാക്കണം. ഓക്കെ, ചെയ്ത് നമ്മൾ 25 കൊടുക്കണം. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ പോപ്പിൻസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് ആ പേരിൻ്റെ അടുത്തേക്കായിട്ട് വെക്കുക. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഉള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അദ്ദേഹത്തിന് എന്തിലാണോ ഫസ്റ്റ് ലഭിച്ചത് അതിനനുസരിച്ചുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ടുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പേരും എല്ലാം അടങ്ങിയിട്ടുള്ള ഏത് മത്സരമാണോ എന്ത് ഇനമാണോ എന്നൊക്കെയുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സൈസ് 40 കൊടുക്കുക. ഇതിൻ്റെ അലൈൻമെൻറ്റ് സെൻട്രലായിട്ടുള്ള അലൈൻമെൻറ്റ് കൊടുക്കുക. ലൈൻ സ്പേസിങ് അത് നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ അനഘ ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലൈൻ സ്പേസിങ് നമ്മൾ 15 കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനെ സെൻട്രലായിട്ട് തന്നെ നോക്കുക. പൊസിഷൻ കുറച്ച് മുകളിലോട്ട് നീക്കുക. ഇനി നമുക്കിതിലോട്ട് അഭിനന്ദനങ്ങൾ എന്നറിയിച്ചുള്ള ടൈപ്പോഗ്രഫി ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ I എന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് MA മാജിദ് ടൈപ്പോഗ്രഫി ഫോണ്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ I ക്ലിക്ക് ചെയ്താൽ നമുക്ക് 1000 അഭിനന്ദനങ്ങൾ എന്നുള്ള ടൈപ്പോഗ്രഫി ലഭിക്കുന്നതാണ്. നമ്മൾ MA മാജിദ് എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ ഇവിടെ സാധിക്കും 1000 അഭിനന്ദനങ്ങൾ എന്നുള്ള ഫോണ്ട് സെലക്റ്റായി വന്നിട്ടുണ്ട്. ഇവിടെ 140 സൈസിൽ നമ്മൾ വെക്കുക. എന്നിട്ട് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഇതിൻ്റെ കളർ നമ്മൾ നേരത്തെ സ്ട്രോക്കിന് കൊടുത്തു അതുപോലെ തന്നെ
സാലിം KP എന്ന ടെക്സ്റ്റിന് കൊടുത്ത അതേ കളർ തന്നെയാണ് ഇവിടെയും ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിന് ഷാഡോ എനേബിൾ ചെയ്യുക, ബ്ലർ റേഡിയസ് 0 ആക്കുക, ഓഫ്സെറ്റ് 5 ആക്കുക, അതുപോലെ തന്നെ എക്സും വൈയും 5 ആക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ 25 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ ആരാണോ അഭിനന്ദിക്കുന്നത് അവരുടെ പേരും കൂടെ ആഡ് ചെയ്യണം. അതിനപ്പോൾ ഇവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിനെയും ഇമേജിനെയൊക്കെ ഒരുമിച്ച് മുകളിലോട്ട് നീക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലെയറിൽ ഏതൊക്കെയാണ് നമുക്ക് നീക്കേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇത് നീക്കിയിട്ട് പൊസിഷൻ മുകളിലോട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഷേപ്സിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഷേപ്പ് വരക്കുക. ഓക്കെ, നമ്മളിവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സംഘടനയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈസ് 25 കൊടുക്കുക. ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പോപ്പിൻസ് ബോൾഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. കളർ ബ്ലാക്ക് കൊടുക്കുക. അതിൻ്റെ സൈസ് 30 ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പോസ്റ്റർ പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്ത് അൾട്രാ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ടുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.